എന്റെ അവസരത്തിൽ എന്നെ സംസാരിക്കാൻ പെട്ടെന്ന് പറയൂ. ഈ ജലീലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ മതത്തിനെതിരെയാണെന്നുള്ള ആ ഇരവാദക്കം എടുത്ത് 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. കാലം മാറുക. കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും ഈ ഇരട്ടത്താപ്പൊക്കെ തിരിച്ചറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞാല്, ഏതെങ്കിലും തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറഞ്ഞാൽ, ഏതെങ്കിലും ഭീകരവാദ സംഘടനകളെ കുറിച്ച് പറഞ്ഞാൽ ചാടി വീണങ്ങ് പറയും, ഓ അത് മതത്തിനെതിരെയാണ്. ഈ കേസുകളൊക്കെ നിങ്ങൾ എടുത്ത് പോക്കറ്റിൽ വെക്കി. ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. ജമാഅത്തെ ഇസ്ലാം ഇവിടെ കുറച്ചാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? ഈ പറയുന്ന ബംഗ്ലാദേശ് ഉണ്ടല്ലോ, ഈ ബംഗ്ലാദേശിൽ വളരെ കുറച്ചായിരുന്നു. എന്തിനേറെ പറയുന്നത്, ഷെയ്ഖ് ഹസീന ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതായിരുന്നു. ആ നിരോധിച്ച സംഘടനയാണ് പിന്നീട് ഷെയ്ഖ് ഹസീനയെ പോലും ഓടിച്ച് ഇന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അവർക്ക് നേരെ നരനായാട്ട് നടത്തുന്നത്. ഈ കുറച്ചുള്ള ഈ സംവിധാനം, പിന്നെ നമ്മുടെ കേരളത്തിൽ ഈ കുറച്ചുള്ള സംവിധാനം ഇവിടെ മൗദൂദി ചാനലും തുറന്ന് കുത്തിരുന്നിട്ട് 24 മണിക്കൂറും കേരളത്തിലേക്ക് വിഷമായി തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്കെതിരെ പറയുമ്പോൾ ഇരവാദമൊക്കെ ഉന്നയിച്ച് മതത്തിനെതിരാന്നൊക്കെ പറയാൻ നാളല്ലേ ജലീലെ? കുറച്ചൊക്കെ ഉറപ്പ് വേണ്ട. ഇതൊക്കെ നിർത്തിക്കൂടെ? ഇതൊക്കെ പുതുതലമുറ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണെങ്കിൽ പച്ചക്ക് പറയണം നിങ്ങൾ എതിരാണ്. അല്ലാതെ ഇത് മതത്തിനെതിരാണ്, ഇത് ആ ഏർപ്പാടൊന്നും എനിക്ക് കേരളത്തിൽ അധികം വേവൂല ജലീലെ.